എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഗുസ്തി ഗോദയിൽ മത്സരിച്ചവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗോദയിൽ മത്സരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മറ്റാരെയും പറ്റിയിട്ടുമല്ല പറയുന്നത്, ഇന്ത്യയുടെ അഭിമാന താരം, ഇന്ത്യയുടെ പുലിക്കുട്ടിയായിട്ടുള്ള വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയയും ഇപ്പോൾ കോൺഗ്രസിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണുള്ളത്. ഹരിയാന ഇലക്ഷൻസ് വരികയാണ്. അടുത്ത മാസമാണ് ഹരിയാന ഇലക്ഷൻസ് വരുന്നത്. അതിൽ മത്സരിക്കാൻ പോകുന്നുണ്ടോ, ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്, വിജയ സാധ്യതകൾ എത്ര തുടങ്ങി ഒരുപാട് ചർച്ചകൾ നമ്മളുടെ മാധ്യമങ്ങളിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അല്ലേ. വിനേഷ് ഫോഗട്ടിനെ പറ്റി ആരോടും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയയും രണ്ടുപേരും രാജ്യത്തിന്റെ അഭിമാന ഗുസ്തി താരങ്ങളാണ്. ഒളിമ്പിക്സിൽ മത്സരിച്ച് മെഡൽ നേടിയിട്ടുള്ളവരാണ്. മറ്റൊരുപാട് നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിലൊക്കെ മെഡൽ നേടിയിട്ടുള്ള താരങ്ങളാണ്. തീർച്ചയായിട്ടും അല്ലെ, എപ്പിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. ഇപ്പോൾ വിനേഷ് ഫോഗട്ടിനെ പറ്റിയിട്ടാണ് ഈ വർഷം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണത്തെ ഒളിമ്പിക്സിൽ വലിയൊരു സംഭവ വികാസം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ 50 കിലോഗ്രാം ഗുസ്തി മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വെള്ളിയോ സ്വർണ്ണമോ ഉറപ്പാണ്. ഇവിടെ ഗുസ്തി എക്സ്പേർട്സുകൾ വിലയിരുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഇത്രയും കളിച്ച മാച്ചുകളിലെല്ലാം വിനേഷ് വളരെ അഡ്വാൻറ്റേജോടെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. അതായത് വളരെ മികവുറ്റ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഇന്ത്യക്ക് ഗുസ്തിയിൽ സ്വർണം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. 50 കിലോഗ്രാം ഭാര കാറ്റഗറിയിലായിരുന്നു ആ ഒരു ഗുസ്തി മത്സരം ഉണ്ടായിരുന്നത്. പക്ഷേ മത്സരത്തിന് മുന്നോടിയായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴേക്കും അത് ആദ്യം 52 പിന്നെ പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചു. എങ്കിൽ കൂടിയിട്ട് 50 കിലോ 100 ഗ്രാം, അതായത് ഒരു 100 ഗ്രാം അവിടെ കൂടുകയുണ്ടായി. അത് കൂടിയ കാരണം വിനേഷിനെ ആ ഒരു മത്സരത്തിൽ നിന്നും ഒളിമ്പിക്സ് കമ്മിറ്റി അയോഗ്യയാക്കിയായിരുന്നു. അതിനുശേഷം സ്പോർട്സ് കോർട്ട് ഓഫ് ആർബിട്രേഷനിലൊക്കെ അപ്പീലുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, സ്പോർട്സ് കോടതിയിൽ. പക്ഷേ അവിടെയും ആ ഒരു വാദം തള്ളപ്പെടുകയാണ്. അങ്ങനെ സ്വർണമോ വെള്ളിയോ പോലും ഇല്ലാതെ മടങ്ങേണ്ടി വരുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു വിനേഷിന് കൊടുത്ത സ്വീകരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. വിനേഷ് അവിടെ വളരെ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. രാജ്യം തന്നെ കൂടെ കരഞ്ഞു എന്ന് പറയാം. നമ്മുടെ രാജ്യം ഒന്നടങ്കം വിഷമിച്ച ഒരു ദിവസമായിരുന്നു. കാരണം സ്വർണമോ വെള്ളിയോ ഉറപ്പിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാതെ മടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് വളരെ വിഷമമായി. പക്ഷേ നമ്മൾ വിനേഷ് അത് തീർച്ചയായിട്ടും എപ്പിക് പ്ലെയർ ആണ്, ഇതിഹാസമാണ്, ഇന്ത്യയുടെ പുലിക്കുട്ടി തന്നെയാണ്. എന്തായാലും ഇവർ രണ്ടുപേരും രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണല്ലേ. ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ വലിയൊരു ലീഡർഷിപ്പ് ചേഞ്ച് വരികയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടെക്നോളജിയിലും ലീഡർഷിപ്പ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കൈകടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ടെക് ജയൻസിൽ നിന്ന് ആയിരക്കണക്കിന് എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നുണ്ട്, ലേ ഓഫുകൾ സംഭവിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് മാത്രം കഴിഞ്ഞ 12,500 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. എഐയിലെ പരിജ്ഞാനക്കുറവ് മൂലം നമുക്കൊരു തിരിച്ചടി നേരിടാതിരിക്കാൻ ഗ്രോത്ത് സ്കൂൾ അവരുടെ AI ആൻഡ് ChatGPT വർക്ക്ഷോപ്പ് നമുക്ക് സൗജന്യമാക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമാക്കി കിട്ടുക. ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ChatGPT അടക്കമുള്ള 20ഓളം വരുന്ന AI ടൂളുകൾ ഉപയോഗിക്കാനുള്ള അടിസ്ഥാന അറിവുകൾ നമുക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമൊക്കെ എല്ലാത്തിന്റെയും അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതലായിട്ട് ഏതെങ്കിലും മേഖലയെ പറ്റി പഠിക്കണമെങ്കിൽ അതിന് പണമടച്ച് പ്രത്യേകം പഠിക്കാനും സാധിക്കുന്നതാണ്. 10 ലക്ഷത്തിലധികം ആളുകൾ പഠിച്ച 5 സ്റ്റാർ റേറ്റിംഗ് നൽകിയിട്ടുള്ള ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ HR, സെയിൽസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ ശമ്പളം വർദ്ധിപ്പിക്കാനും ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഔൾ വെഞ്ചേഴ്സ്, PKXP പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ബാക്കപ്പ് ചെയ്യുന്ന ഗ്രോത്ത് സ്കൂളിൽ ലിങ്ക്ഡിനിലെ 2022-23 വർഷത്തിലെ ടോപ്പ് സ്റ്റാർട്ടപ്പ് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 5000 രൂപയുടെ ബോണസും ഉണ്ട്. എന്തായാലും ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ, വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ സൂചനയായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലേ. അതിനെ പിൻപറ്റി തന്നെ എല്ലാവരും മാധ്യമങ്ങളിലും ഉടനീളം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും രാഷ്ട്രീയ പ്രവേശനത്തിലേക്കോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോഴും ഒഫീഷ്യലായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും അതിന് തൊട്ടടുത്ത ദിവസമാണ് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നോർത്തേൺ റെയിൽവേയിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പോസ്റ്റ് വഹിക്കുന്ന ഒരു ഹൈ റാങ്ക് ഓഫീസർ കൂടെയാണ്. നമുക്കറിയാം, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊക്കെ രാജ്യത്തിന്റെ വിവിധ ഏജൻസികൾ വലിയ ഉയർന്ന പോസ്റ്റിൽ ജോലി വാഗ്ദാനം ചെയ്യുമല്ലോ. അങ്ങനെ വിനേഷ് ഫോഗട്ട് ഒരു റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥ കൂടെയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് രാജിവെച്ചുകൊണ്ടുള്ള ഒരു രാജിക്കത്താണ് ട്വിറ്റർ അഥവാ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: ചില വ്യക്തിപരമായ കാരണങ്ങൾ മൂലവും ഫാമിലി സർക്കംസ്റ്റാൻസ്, അതായത് കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾ മൂലവും ഞാൻ ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ നോർത്തേൺ റെയിൽവേയിലെ പോസ്റ്റ് രാജിവെക്കുകയാണ്. ഇത്രയും കാലം കൂടെ നിന്ന ഇന്ത്യൻ റെയിൽവേക്ക് വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട് ഇത്രയും കാലം റെയിൽവേയുടെ ഭാഗമാകാൻ പറ്റിയതിന്. റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിലൂടെ രാജ്യത്തെ സേവിക്കാൻ പറ്റിയെന്നതിൽ അഭിമാനമുണ്ട്. ഇത് വലിയൊരു കുടുംബമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണ്, ഈ വ്യക്തിപരവും ഫാമിലി സർക്കംസ്റ്റാൻസസ് മൂലം ഞാൻ ഈ പോസ്റ്റിൽ നിന്ന് രാജിവെക്കുകയാണ്. എനിക്ക് അതിൻ്റോടൊപ്പം ഇത് കൊണ്ടുപോകാൻ ഇനി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ഇത് ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കണമെന്നും
തുടങ്ങിയിട്ടുള്ള ഒരു രാജിക്കത്താണ് വിനേഷ് ഫോഗട്ട് തന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടുത്ത ദിവസമാണ് AICC അഥവാ ഓൾ ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വെച്ച് മല്ലികാർജ്ജുന ഖാർഗെയും അതുപോലെ KC വേണുഗോപാൽ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, പിന്നെ ബജറംഗ് പൂനിയും വിനേഷ് ഫോഗട്ടും മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവര് ഈ AICCയുടെ ആസ്ഥാനത്ത് വരികയാണ്. ആസ്ഥാനത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങലും അതായത് മെമ്പർഷിപ്പ് വിതരണവും ഇവർ ഒഫീഷ്യലി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അവിടെ വെച്ച് വലിയൊരു ആഘോഷമായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്ത് രണ്ടുപേർ സ്വീകരിച്ചു, പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വിനേഷ് ഫോഗട്ട് എന്താണ് ആ പ്രസംഗത്തിൽ പറഞ്ഞു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ചേരാൻ വളരെയേറെ സന്തോഷമുണ്ടെന്നും അതിൽ പ്രവർത്തിക്കാൻ വളരെ അഭിമാനമുണ്ടെന്നും ഗുസ്തി ഗോദയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും ഒക്കെയുള്ള വലിയൊരു പ്രസംഗമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതോടൊപ്പം പറഞ്ഞു ഞങ്ങൾ സമരം നടത്തിയപ്പോഴേക്കും ആ ഒരു കാര്യത്തിലേക്ക് വരാം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരു ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കുട്ടികളെ മൊളസ്റ്റ് ചെയ്ത കേസൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്കൊരു സെഷനായിട്ട് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ആ ഒരു സമയങ്ങളിലും മറ്റ് കർഷക ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന സമയങ്ങളിലും ഒക്കെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നത് കോൺഗ്രസ് ആണ്, BJP ഞങ്ങളുടെ കൂടെ നിന്നില്ല, അതുകൊണ്ട് ഈ രാജ്യത്തിന് അഭിമാനമായിട്ടുള്ള കോൺഗ്രസിൽ ചേരുന്നു എന്നൊക്കെയുള്ള വലിയൊരു പ്രസംഗമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്? വളരെ പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒളിമ്പിക്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയുള്ളല്ലേ, മറ്റൊന്നുമല്ല, അടുത്ത മാസമാണ് ഹരിയാനയിലെ നിയമസഭ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്ന ആ ഇലക്ഷനിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ അവിടെ വലിയൊരു ഇലക്ഷനാണ്, രാജ്യം ഉറ്റുനോക്കുന്ന ഇലക്ഷനാണ്. ആ ഒരു ഇലക്ഷനിൽ നമ്മുടെ വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നുണ്ട്. ഹരിയാനയിലെ ജുലാന എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വിനേഷ് ഫോഗട്ടിനെ ഇതിനോടകം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ 31ഓളം വരുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സെപ്റ്റംബർ 4 തീയതിയാണ് ഈ കേന്ദ്ര കമ്മിറ്റി ഉണ്ടല്ലോ, അതായത് ഹൈക്കമാൻഡ് എന്നൊക്കെ പറയത്തില്ല കോൺഗ്രസ്, അവർ കൂടിയാലോചിച്ചിട്ട് ഈ സംസ്ഥാനത്ത് മത്സരിക്കേണ്ട ചില സീറ്റുകളിലേക്ക് നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് നടത്താറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 4 കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത്. ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള പുലിക്കുട്ടിയായിട്ടുള്ള വിനേഷ് ഫോഗട്ടാണെന്ന് ബജറംഗ് പൂനിയെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനായിട്ട് നിയോഗിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് കിസാൻ അഥവാ കൃഷിക്കാരുടെ ഒരു ഇതിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവർ കർഷക ബില്ലിനെതിരെ ഈ കർഷകരോടൊപ്പം ആ ഒരു സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ കോൺഗ്രസും ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കർഷകരുമായിട്ട് വളരെ ബന്ധമുള്ളൊരു വ്യക്തിയാണ് ബജറംഗ് പൂനി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തത് ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്ന പ്രകാരമാണ്, കായിക താരങ്ങൾക്ക് നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ അവർക്കൊപ്പം കോൺഗ്രസ് ഉറച്ചു നിന്നായി KC വേണുഗോപാൽ ഇരുവർക്കും അംഗത്വം നൽകിയ ശേഷം പറഞ്ഞു. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയും ഗുസ്തി താരങ്ങൾ പോരാടി, അവരുടെ ദേശസ്നേഹം വളരെ വലുതാണ്, അവരെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ട്. രാജ്യത്ത് നടക്കുന്ന ചലനങ്ങളുടെ തുടക്കമാണ് വിനേഷ് ഫോഗട്ടിന്റെയും ബജറംഗ് പൂനിയുടെയും കോൺഗ്രസ് പ്രവേശനം. ഏത് പാർട്ടിയെയാണ് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് ഇരുവർക്കും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അറിയാമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ. തീർച്ചയായിട്ടും ഇത് രാജ്യത്ത് വലിയൊരു മാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. ഇത്രയും വലിയ അറിവും കഴിവും ഒക്കെയുള്ള യുവജനങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുത്തു എന്നൊരു ചർച്ചയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുഭാഗത്ത് നടക്കുന്ന ചർച്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമായി പോയെന്നാണ്. അതായത് ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നറിയാം, മറ്റേ മുൻ MP ആയിരുന്നല്ലോ, അയാളുടെ കഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ മുൻ MP BJP ആയിരുന്നു, BJPക്കെതിരെയുള്ള ഒരു സമരമാണ് നടത്തിയിരുന്നത്. BJP ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചില്ല. ഈ ശരൺ സിംഗ് BJP ആയി എന്നുള്ള കാര്യം ഈവൻ കേന്ദ്ര സർക്കാർ പോലും കാര്യമായിട്ട് അതിലൊന്നും ഇടപെട്ടില്ല. ഇവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു, പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ BJP എന്തായാലും ചേരാൻ സാധിക്കില്ല, പിന്നെ വേറെ പാർട്ടി കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് BJP വിരുദ്ധതയാണ് ഇവരെ കോൺഗ്രസിലേക്ക് നയിച്ചതെന്ന് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഇവർക്കൊപ്പം നിന്ന്, അതായത് ഒരു ട്രയോ കോംബോ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ല ആ ഒരു സമരത്തിന്, ഈ വിനേഷ് ഫോഗട്ട്, ബജറംഗ് പൂനിയ, അതുപോലെ തന്നെ സാക്ഷി മാലിക് പറഞ്ഞത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്നോർക്കുക, എനിക്കും പല പാർട്ടികളിൽ നിന്നും പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നായിരുന്നു. ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കാം, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ പലരും മോഹ വാഗ്ദാനങ്ങളുമായിട്ട് മുമ്പോട്ട് വരും. അതിലൊന്നും വീണ് പോകരുത്, നിങ്ങളെടുത്ത് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഈ ഒരു സ്റ്റാൻഡുമായിട്ട് മുന്നോട്ട് പോവുക, ഈ കായിക താരങ്ങൾക്ക് വേണ്ടി പോരാടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു സാക്ഷി മാലിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ചേരണം, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം, അവിടുന്ന് മത്സരിക്കണമോ, അല്ലെങ്കിൽ MP ആകണമോ, MLA ആകണമോ എന്നൊക്കെയുള്ള അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് നീങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ്, തീർത്തും വ്യക്തിപരമാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ സംസാരിക്കാം. ഇനി ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. കഴിഞ്ഞ വർഷം നമ്മളുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്തൊക്കെ ആയിരുന്നു അത് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത്
റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരു മുൻ എം പി ആയിരുന്നു. അയാൾ അന്ന് ഒരു എം പി ഒക്കെ ആയിരുന്നു, ഇന്ന് എം പി അല്ല. ഇയാൾക്കെതിരെ റെസ്ലിംഗ് ഫെഡറേഷനിലെ പെൺകുട്ടികൾ, അതും പ്രായപൂർത്തിയാകാത്ത മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളടക്കം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. എന്തെന്നാൽ ലൈംഗികമായിട്ട് ഇയാൾ ഞങ്ങളെ ഒരുപാട് പേരെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. വളരെ ക്രൂരമായിട്ട് ഇവരെ, കുട്ടികളെ അടക്കം, അതായത് പോക്സോ കേസ് വരെ വരുന്ന രീതിയിൽ കുട്ടികളെ അടക്കം ഇയാൾ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നൊരു പരാതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷൻ, രാജ്യത്തിൻ്റെ അഭിമാനമായി മാറേണ്ട കുട്ടികൾ, അവർ എത്രത്തോളം മാനസികമായിട്ട് വലിയ ട്രോമ, ജീവിതകാലം മൊത്തം ട്രോമ ഉണ്ടാകും, അവർക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും? അതൊന്നുമില്ല, വലിയ പ്രശ്നമാണ് അവർ നേരിട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഒരു തരത്തിലും അവിടുന്ന് അനക്കമുണ്ടായില്ല. കാരണം ഇയാൾ വളരെ കരുത്തിട്ട വ്യക്തിയാണ്. അതായത് നമ്മൾ പറയത്തില്ല രാഷ്ട്രീയത്തിലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി എന്നൊക്കെ, അവിടുത്തെ പോലീസും അവിടുത്തെ സിസ്റ്റവും എല്ലാം ഇയാളുടെ കാഴ്ചവെട്ടിൽ എന്ന പോലെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പോലീസ് കേസെടുക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇയാളെന്നുള്ളത് നമ്പർ 1 ക്രിമിനലാണ്. ഇയാളുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. എനിക്ക് തോന്നുന്നു വധശ്രമത്തിനോ മറ്റോ വരെ കേസുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കേസുകളാണുള്ളത്. അങ്ങനെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ് ലീഡർ, ഒരു ക്രിമിനലാണ് ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്നുള്ളത്. അങ്ങനെ പോലീസോ മറ്റ് നിയമപാലകരോ ഒരു ചെറുവിരൽ പോലും ഇവർക്കെതിരെ അനക്കാത്തപ്പോഴേക്കും ഈ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാനായിട്ട് ഈ ഗുസ്തി താരങ്ങൾ, അതായത് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ, ബജ്രംഗ് പൂനിയ, സാക്ഷി മാലിക്, അത് വിനേഷ് ഫോഗട്ട്, മറ്റ് പ്രധാനപ്പെട്ടവർ, മറ്റ് സ്പോർട്സ് താരങ്ങൾ എല്ലാം കൂടെ വലിയ സമരങ്ങൾ ഡൽഹിയിൽ തീർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ ആ സമരം കണക്കുകയാണ്. അന്ന് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇവർ അതിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പോലീസ് ഇവരെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണല്ലേ. ഈ വിഷയം രാജ്യത്ത് കത്തിപ്പിടിക്കുകയാണ്. രാജ്യത്തുടനീളം എല്ലാവരും ഇതിന് ജസ്റ്റിസ് കിട്ടണം എന്നും പറഞ്ഞിട്ട് വലിയ പ്രതിഷേധങ്ങളും ഒക്കെ തീർക്കുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു റെസ്ലിംഗ് ഫെഡറേഷൻ, നിലവിലുണ്ടായിരുന്ന റെസ്ലിംഗ് ഫെഡറേഷൻ പിരിച്ചുവിടേണ്ടി വരികയാണ്. അങ്ങനെ ഈ വിഷയത്തെ പറ്റി പഠിക്കാനായിട്ട് ഒളിമ്പിക്സ് അസോസിയേഷൻ ഒരു 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. PT ഉഷ, മേരി കോം, യോഗേന്ദർ ദത്ത് എന്നിവരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുകയാണ്, ഇയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരികയാണ്. എന്നാലും പുതിയ ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ഏറ്റവും വലിയ സിംഗിടി, അത് മറ്റൊരു വിരോധാഭാസമാണ്. എന്തായാലും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു, കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാലും ഇത് എവിടെയെങ്കിലും എത്തിയോ നോക്കുവാണെങ്കിൽ ഒരിടത്തും എത്തിയില്ല. ഇപ്പോഴും അവർക്ക് ആ പെൺകുട്ടികൾക്ക്, ഇയാളുടെ പീഡനത്തിനിരയായ പെൺകുട്ടികൾ നീതി കിട്ടിയോ നോക്കുവാണെങ്കിൽ നീതി കിട്ടിയില്ല. അതാണ് സത്യം. നമ്മുടെ രാജ്യത്തെ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പരിതാപകരമാണല്ലേ. എന്തായാലും ഇതേ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ഇപ്പോൾ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന് പിന്നാലെയാണ് ആ ഒരു ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട സംഭവത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നതും ഇപ്പോഴാണ്. അതായത് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാണ്. വിനേഷ് ഫോഗാട്ട് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തത് ചതിയിലൂടെ, മെഡൽ നഷ്ടപ്പെട്ടത് ദൈവം കൊടുത്ത ശിക്ഷയെന്നാണ് ഇയാള്, ഈ ഗുണ്ട ഇപ്പോൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് അയാൾ പറയുന്നത് ട്രയൽസിലൊക്കെ ഈ വിനേഷ് ഫോഗാട്ട് എന്തോ കൃത്രിമം കാണിച്ചു എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് അന്നൊന്നും, ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് ഇയാൾക്ക് കുരുപൊട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും മറ്റൊരു വിരോധാഭാസമാണ്. എന്തായാലും ഈ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വലിയ സമരം നടക്കുമ്പോഴേക്കും ഇവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അല്ലേ. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളൊക്കെ ആ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. BJP ഒട്ടും തന്നെ കൊടുത്തിട്ടില്ല. കാരണം BJPയുടെ ഏറ്റവും പ്രിയ ഓമനപുത്രനെ എതിരെയായിരുന്നു ഈ ഒരു സമരം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ BJP ഒരു തരത്തിലും അവിടെ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഗുസ്തി താരങ്ങൾ പറയുന്നത്. ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തില്ലെന്ന്. അങ്ങനെ എന്തായാലും ഇവരെ പിന്തുണച്ച കോൺഗ്രസിലേക്ക് ചേക്കേറാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ഇനി എന്തായാലും ഈ ഒളിമ്പിക്സും സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രം അത്രയും കാര്യമായിട്ട് മത്സരിക്കാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് രാഷ്ട്രീയത്തിലൂടെ വീണ്ടും ഒരു പോരാട്ട ഗോതയിലേക്ക് ഇറങ്ങാനാണ് ഇരുവരുടെയും തീരുമാനം. ഇനി നമുക്ക് പരിശോധിക്കാം രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ഇവർക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കുക, എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളാണ് ഈ ഒരു സ്പോർട്സ് മേഖലയിൽ നമ്മളുടെ കുട്ടികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും അല്ലേ. ഇപ്പോൾ സ്പോർട്സ് സ്കൂളുകളൊക്കെ ഉണ്ട്, അവിടെ തന്നെ കുട്ടികൾക്ക് വളരെ പോഷകാഹാരം പോലും ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മളുടെ മലയാള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ 1-2 വർഷം മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വിവേചനങ്ങൾ നേരിടുന്നു. ഇപ്പോൾ ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ പീഡനങ്ങൾ വരെ നേരിടേണ്ട അവസ്ഥ ഇനി നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേര് മത്സരിക്കുന്നു, അവർ കൂടുതലും മെഡൽ നേടുന്നു. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് മത്സരിക്കുന്നു. 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്, ഒരുപാട് പേര് മത്സരിക്കുകയും ചെയ്യുന്നു. വളരെ വിരലെണ്ണാന്ന് മാത്രമാണ് നമുക്ക് സ്വന്തമാക്കാനും പറ്റുന്നത് അല്ലേ. ഇതിന്റെ പാളിച്ച എവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലുള്ള ഒരു പ്രശ്നമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം സ്പോർട്സിനും കൂടെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്
കായിക മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്നവരെ പ്രത്യേകമായിട്ട് കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കാനും അവർക്ക് പ്രത്യേക വളരെ സ്പെഷ്യലായിട്ടുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ വലിയ റെക്കോർഡിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചില ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ്, നമ്മുടെ നാട്ടിലെ ഒരു പയ്യൻ ഹൈ ജമ്പ് നല്ല ഉയരത്തിൽ ചാടുന്നു. അപ്പോൾ അവനെ കൊച്ചിലേ മുതൽ അവിടുത്തെ സാറന്മാർ കണ്ടെത്തി അവന് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം കൊടുത്തിരുന്നെങ്കിൽ വേൾഡ് ചാമ്പ്യൻ ആകത്തില്ലേ? അപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഒരു സ്പോർട്സ് സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പോർട്സിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്ത ഒരു സിസ്റ്റത്തിലൊക്കെ വലിയ ചേഞ്ച് വരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. ഒളിമ്പിക്സിലും ഒരുപാട് പേര് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു ശതമാനം കൂടുതൽ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് നിന്ന് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ വളരെ പുറകിലാണ് നമ്മളുടെ ആ ഒരു മെഡൽ പട്ടിക എന്നുള്ളത്. വിനേഷ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു അത്ലറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും അതായത് ഒരു BJP MP നേരെ വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ പാർട്ടിയോ പോലും കൂടെ നിൽക്കുന്നത്. കാരണം എന്താണ്? ഈ BJP കാരനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമും ഇങ്ങനത്തെ ഒരു സ്വജനപക്ഷവാദവും, അതായത് ഒരു ഇത്രയും പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായങ്ങൾ ഈ രാജ്യത്ത് നിൽപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെയുള്ളൊരു സൂചനകൾ വിനേഷ് ഫോഗാട്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും അതിനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമാണ്. ഇനി അല്ലെങ്കിൽ എന്താ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിനേഷ് ഫോഗാട്ട് റെയിൽവേയിൽ ജോലിയായിട്ട് തുടരും, അങ്ങനെ തുടർന്ന് പോകേണ്ടി വരും. പക്ഷേ അതിനേക്കാളും എന്തുകൊണ്ടെന്നുള്ളത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തന്നെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പുതിയ നിയമനിർമ്മാണങ്ങൾ വരട്ടെ, ഈ സ്പോർട്സിനെ സംബന്ധിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനവും പരിശീലനവും ഒക്കെ കൊടുക്കട്ടെ. അവർക്ക് നേരെയുള്ള വിവേചനങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നുണ്ട്. അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഈവൻ ഒരു മീറ്റിന് പോകുമ്പോൾ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്ത സംഭവ വികാസങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ എത്രത്തോളമാണോ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അത്രത്തോളം തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസിനും പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നേറിയേ പറ്റത്തുള്ളൂ. അതുപോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണല്ലേ? അപ്പോൾ അതിലേക്ക് ഇവർക്ക് വളരെയേറെ സംഭാവനകൾ നൽകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് ആണ് അല്ലേ? വലിയ വെല്ലുവിളികളാണ് ഈ ഒരു രാഷ്ട്രീയ ഗോതയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസ്, ഇപ്പോൾ ഇവർ സെലിബ്രിറ്റീസ് ആണല്ലേ? നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഫിലിം ആക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺസ് ആയിരിക്കും, ഒക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവരെല്ലാവരും സക്സസ് ആയി തീർന്നോ? അവർ രാഷ്ട്രീയ മേഖലയിൽ ശോഭിച്ചോ? ഇല്ല. ഭൂരിഭാഗം പേരും ആ ഒരു മേഖലയിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ജനസമ്മതനായിരിക്കാം, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം, പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും അവിടെ ഒരു കാര്യം സംഭവിക്കും. അതായത് ഇത്രയും കാലം 140 കോടി ഇന്ത്യൻ ജനതയും ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു വിനേഷ് ഫോഗട്ടും ബജറംഗ് പൂനിയയൊക്കെ അല്ലേ? പക്ഷേ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാട് പറയേണ്ടി വരും, എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടി വരും, വിമർശിക്കേണ്ടി വരും, ഒക്കെ വരുമല്ലേ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മറ്റു പാർട്ടികളിലെ പ്രവർത്തകർ, അണികൾ, അനുഭാവികൾ ഒക്കെ തന്നെ ഇവർക്കെതിരായിട്ട് തിരിയും. നമ്മുടെ നാട്ടിലും അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി അല്ലേ, നല്ല സിനിമയൊക്കെ അഭിനയിച്ച് നല്ല മറ്റേ കമ്മീഷണർ, അതൊക്കെ നമ്മുടെ മനസ്സിൽ സൂപ്പർ ഹീറോ ആയിട്ട് കിടന്നിരുന്ന ഒന്നാണ്. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കാൻ കാരണമാകും. നടൻ മുകേഷ് പാർട്ടിയിൽ ചേർന്ന് അതിന്റെ MLA ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പേര് വന്നതോട് കൂടിയിട്ടൊക്കെ മറ്റു പാർട്ടികൾ ആഘോഷമാക്കി മാറ്റിയാണ്. മുകേഷിനെയൊക്കെ നമ്മൾ ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരല്ലേ? ഇതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ആൾക്കാരോ ഒക്കെ തന്നെ ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ആ കക്ഷിയിലേക്കോ ഒതുങ്ങുമ്പോൾ മറുഭാഗത്തുള്ള കക്ഷികൾക്കും രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ തന്നെ ഇവർക്കെതിരായിട്ട് തിരിയും. അവരോട് വെറുപ്പ് തോന്നും. കാരണം അവർ അടിമത്തത്തിന്റെ കീഴിലാണ്. ഇപ്പോൾ ആ ഒരു പാർട്ടി ആശയം, അവൻ എത്ര നല്ലവനാണെങ്കിലും എത്ര സ്വഭാവമുള്ളവനാണെങ്കിലും അവൻ ആ പാർട്ടിയാണ്, അവനെ എതിർക്കുക, അവനെ നഖശികാന്തം എതിർക്കുക. അതിലെ ലോജിക്ക് പോലും ഉണ്ടാകത്തില്ല. വെറുതെ പൊട്ടക്കണക്കിലെ തവളെ പോലെ നമ്മൾ എതിർക്കുകയാണ്. അത് ഹെയ്റ്റ് ഉണ്ടാകാൻ, ഒരുപാട് ഹെയ്റ്റ് മേടിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റ് കാണേണ്ടി വരും, ഒരുപാട് സൈബർ അറ്റാക്കുകളും ഒക്കെ തന്നെ ഇവർ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ പറ്റട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഈ പറഞ്ഞത് മനുഷ്യർ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഹെയ്റ്റ് ഉണ്ടാകുന്ന കാര്യമല്ലേ? പക്ഷെ അത് വലിയ പ്രശ്നമല്ല. അതൊക്കെ ഇവർക്ക് തരണം ചെയ്യാൻ പറ്റും. അതിനപ്പുറം കണ്ടവരാണ് ഇവരൊക്കെ അല്ലേ? പക്ഷെ അത് മാത്രമാണോ പ്രശ്നമല്ല? രാഷ്ട്രീയത്തിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കണ്ടേ? വെറുതെ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പറായി നിന്നുകൊണ്ടോ ഇലക്ഷന് മത്സരിച്ചുകൊണ്ടോ വല്ലതുമാകുമോ? ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ MLA ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്താണ്? ആ മണ്ഡലത്തെ പൊന്നുപോലെ നോക്കുക. അവിടുത്തെ ജനങ്ങൾക്ക് അത്രയും സൗകര്യങ്ങളും ഈ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതായത് ഈ റെസ്ലിംഗിൽ മത്സരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും രാഷ്ട്രീയം, സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും രാഷ്ട്രീയം. അത് വേറൊരു ഫീൽഡാണ്, വേറൊരു തലമാണല്ലേ? അവിടെ ജനങ്ങളുമായിട്ട് അത്രത്തോളം ഇന്ററാക്ട് ചെയ്യണം. നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അത് ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ
ഇപ്പോൾ ഒരു MLA ആയി മാറുവാണെങ്കിൽ അത്രത്തോളം വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരു MLA എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കോൺഗ്രസിന്റെ യശസ് ഉയർത്താൻ വേണ്ടി നടന്നുകൊണ്ട് കാര്യമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനം വഹിച്ച് നമ്മൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഏതെങ്കിലും മേഖലകൾ MP യോ MLA യോ അല്ലെങ്കിൽ മറ്റ് മേയറോ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ഒരുപോലെ കണ്ട്, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ BJP കാരുണ്ടാകാം, മറ്റ് പാർട്ടിക്കാരുണ്ടാകാം, ഇവർക്ക് വിരോധമുള്ളവർ, അവരെയൊക്കെ ഒരുപോലെ കണ്ട് അവർക്കെല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും നേരിടാൻ പോകുന്നത്. എന്തായാലും ഗുസ്തി ഗോതയിൽ നിന്ന് രാഷ്ട്രീയ ഗോതയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതേപടി തന്നെ അവിടെ ആവശ്യമാണ്. ഇപ്പോൾ ഗുസ്തി ഗോതയിൽ കായിക അധ്വാനം, ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അത് മാത്രമേ രാഷ്ട്രീയ ഗോതയിൽ ആവശ്യമില്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം ഫോക്കസ് ആവശ്യമാണ്, അല്ലെ? കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടായിരിക്കണം, ലക്ഷ്യം ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള ഡെഡിക്കേഷൻ, അത്രത്തോളം നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അവിടെ ആവശ്യമാണ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ പല തന്ത്രപരമായിട്ടുള്ള കളികൾ. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രങ്ങളുടെ ഒരു കേന്ദ്രമാണല്ലോ, അല്ലെ? എങ്ങനെ എതിരാളിയെ മത്സരിച്ച് തോപ്പിക്കാം തുടങ്ങിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ, എല്ലാത്തരം കുറുക്ക് വഴികളും കുബുദ്ധികളും എല്ലാം ആവശ്യമാണ് സ്പോർട്സ്, ആ ഒരു ഗുസ്തി റെസ്ലിംഗ് പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഉറ്റുനോക്കാം എന്തായി തീരും ഇവരുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത്. അത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭാവി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ വരുന്ന ഇലക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്തായി തീരും അവരുടെ വിധി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാം, കാരണം അടുത്ത മാസമാണ് ഇലക്ഷൻ വരുന്നത്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ റിസൾട്ടും വരുമല്ലേ. വിനേഷ് ഫോഗാട്ടിന് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കേണ്ടിയിരിക്കുന്നു. എതിർകക്ഷികളും ആരും നിസാരരല്ല എന്ന് ഓർത്തോളൂ. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിച്ചു വരുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി നമുക്ക് ആ ഒരു ഇലക്ഷനെ പറ്റി, ഹരിയാന ഇലക്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അവിടെ എത്രത്തോളമാണ് കാര്യങ്ങളൊക്കെ വരുന്നത്, റിസൾട്ടിന്റെ ദിവസം നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഇരുവർക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു ഗവൺമെന്റ് സ്ഥാനത്തേക്ക്, അതായത് ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിനേഷ് ഫോഗട്ട്, അല്ലേ? വിനേഷ് ഫോഗട്ട് MLA ആയിട്ട് വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ സ്വന്തം നേട്ടത്തിനോ അല്ലെങ്കിൽ കീശ വീർപ്പിക്കാനോ അല്ലെങ്കിൽ പ്രൗഢി കാണിക്കാനോ പവർ കിട്ടാനോ വേണ്ടി ഒന്നും ആയിരിക്കില്ല വിനേഷ് ഫോഗട്ട് പ്രവർത്തിക്കുന്നത്. മറിച്ച് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടും സ്പോർട്സ് താരങ്ങൾ, കുട്ടികൾ, പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി ശബ്ദമാകാൻ വിനേഷ് ഫോഗട്ടിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ജയിക്കട്ടെ എന്ന് തന്നെയാണ്. നല്ലൊരു കാര്യമല്ല, നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെങ്കിലും കേവലം ആ ഒരു മേഖലയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ എന്ത് കഷ്ടമാണ്. ഇപ്പോൾ തന്നെ കണ്ടോ എത്ര പേരാണ് ഓരോ കേസൊക്കെയായി ബന്ധപ്പെട്ട് അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള വളരെ മോശം രാഷ്ട്രീയക്കാരെക്കാലൊക്കെ എത്രയോ നല്ലതായിരിക്കും. അത് തന്നെ ഏറ്റവും വലിയ ഭേദമല്ലേ. നമ്മുടെ ഇവിടെയുള്ളവർ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം കേസ് വീർപ്പിക്കുക, അഴിമതി കാണിക്കുക, ദൂർത്തടിക്കുക, അധികാരം ഗർവ് കാണിക്കുക, അധികാര ദുർവിനിയോഗം നടത്തുക, എന്നിട്ട് പല കേസുകൾ അട്ടിമറിക്കുക, മറ്റ് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ എന്ത് നല്ലതായത്. അപ്പോൾ എന്തായാലും ഇവർ ജയിച്ച് മുന്നേറി വരാൻ ഇവർക്ക് സാധിക്കട്ടെ, നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഇവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 5000 രൂപയുടെ ബോണസും ഉണ്ട്. എന്തായാലും ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാൻ. ഇൻസ്പിറേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.